നമസ്കാരം ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ വയലിൽ വളം ചെയ്യുന്ന പരിപാടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. ഇന്ന് നമ്മുടെ വയലിൽ ഇറങ്ങി നമ്മൾ പന്നികളുടെ ശല്യമൊക്കെ ഉണ്ട്. പന്നികളുടെ ശല്യം വളരെ കൂടുതലാണ്. നമ്മളെ ഗോപാലനുണ്ട്. നമ്മളിതിന് ഇടയായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ നോക്കുന്നുണ്ട്. നമ്മൾ കുറച്ച് കമ്പുകളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, അതെല്ലാം പിടിച്ചിട്ടുണ്ട്. നമ്മളിന്ന് 3 സൈസ് വളമാണ് ഇതിന് മിക്സ് ചെയ്ത് ഉപയോഗിക്കുന്നത്. 3 അല്ല 4 സൈസിന്ന് നമ്മൾ എടുക്കുന്നുണ്ട്. രാജുപോഷ് എന്ന് പറയുന്ന ഒരു സൈസ് വളമുണ്ട്. ഇപ്പോൾ അത് വാഴകൾക്കൊക്കെ ഇടുന്ന ഒരു സൈസ് വളമാണ് രാജുപോഷ്. പൊട്ടാഷ്, യൂറിയ, അത് കഴിഞ്ഞിട്ട് വരുന്നത് വേപ്പിൻ പിണ്ണാക്ക്. ഇത് 4 കൂടി മിക്സ് ചെയ്ത് നമ്മൾ എടുത്തിട്ടുണ്ട്. അത് ഈ വാഴകൾക്ക് ചെയ്യാൻ വേണ്ടിയാണ്. അതിനു വേണ്ടിയുള്ള പരിപാടികളാണ് ഇന്ന് ആസൂത്രണം ചെയ്യുന്നത്. ഒരുവിധം 4 മൂട് മാത്രമേ പൊടിക്കാതെ ഉള്ളൂ. 4 മൂട് പൊടിച്ചിട്ടില്ല. 4 മൂട് പൊടിച്ചിട്ടില്ല. ഇവിടെ കണ്ട പന്നി ഇറങ്ങിയിട്ട് പന്നി കുത്തി മരത്തിയേക്കുന്നതാണ്. പക്ഷേ നമ്മൾ ആ പുരിടാനൊക്കെ ഇട്ടതിൻ്റെ ഒരു ഫലമായിട്ട് ആ കാണുന്നത് പന്നി കുത്തിയേക്കുന്നതാണ്. പക്ഷെ കന്നിൻ്റെ വാഴയുടെ മൂട് ഇത് ചെയ്തിട്ടില്ല. ബാക്കി ഭാഗങ്ങളിലൊക്കെയാണ് ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ ആയിട്ടുണ്ട്. അതിന് മറു സൈഡിലത് ഒരെണ്ണം പൊടിക്കാത്തതാണ്, പന്നി കുത്തിയതല്ല. പന്നി കുത്തിയത് 4 സൈഡിലുമായിട്ട് ഒന്നുള്ളതേ ഉള്ളൂ. പന്നി കുത്തിയേക്കുന്നതാണ്. ഒരുവിധം എല്ലാം നല്ല പൊക്കത്തിലായി. അത് നമ്മളിപ്പോൾ രാവിലെ പരിപാടികൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. വളമിടുന്നതിന് വേണ്ടി ഉള്ള പരിപാടികൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. രാജുപോഷ്, യൂറിയ, മറ്റേന്നാ പൊട്ടാഷ് അല്ലേ, പൊട്ടാഷ്. ഉള്ളതെന്ന് പറയുന്നത് വേപ്പിൻ പിണ്ണാക്ക്. അതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു ഇതായിട്ടാണ് നമ്മളത് ഉപയോഗിക്കുന്നത്. ആ മഴയൊക്കെ പെയ്തപ്പോഴത്തേക്ക് നമ്മൾ JCBക്ക് ഇവിടെ ഒരു കുഴി എടുത്തിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ വെള്ളമൊക്കെ നിറഞ്ഞ് കിടക്കുകയാണ്. ചെറിയ ഊറ്റുമൊക്കെ ഉണ്ട്. പല സൈഡിൽ നിന്ന് ഇങ്ങനെ ഊറ്റ് വന്ന് അതിലേക്ക് വെള്ളം വന്ന് ഇങ്ങനെ നിൽക്കും. അപ്പോൾ ഇന്നത്തെ ഏതാണ്ടൊരു പരിപാടികൾ നമ്മൾ തുടങ്ങി കഴിഞ്ഞു. ഇന്ന് വളയിട്ട് എല്ലാം റെഡിയാക്കി ചെയ്യാനുള്ള പരിപാടികളാണ്. നാളെ വരമ്പ് കോരലുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെയെന്ന് പറയുന്നത് ഇവിടെ വരമ്പ് വെട്ടാനുണ്ട്. നമ്മളുടെ അതിർത്തി ഒന്ന് തിരിക്കാനുണ്ട്. അത് നാളെ മറ്റന്നാളുമായിട്ടൊക്കെ ചെയ്യുന്നതാണ്.
അങ്ങനെയുള്ള പരിപാടികളായിട്ടൊക്കെ നിൽക്കുന്നു. ഈ ഒരാഴ്ച ഇതിൻ്റെ പുറത്ത് തന്നെ കൃഷി ഭവനിൽ നിന്ന് കുറേ തെങ്ങും പിന്നെ എന്താണ് പ്ലാവ്, വരിക്കപ്ലാവ് അതൊക്കെ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ വേറെ സ്ഥലത്തൊക്കെ വെക്കാനുണ്ട്. പിന്നെ ഇവിടെ ഒരു ജില്ലാ പഞ്ചായത്തിൽ നിന്ന് കൊടുക്കുന്ന ഒരു കിറ്റുണ്ട്. അതിൽ ഈ എന്താണ് അതിന് പറയുന്നത്, അതിൽ കുറേ ചേനയും ചേമ്പും അതും അങ്ങനെയുള്ള കുറേ സാധനങ്ങളെല്ലാം കൂടെ ജില്ലാ പഞ്ചായത്തിൽ നിന്ന്, അത് കുറേ നാളായി കിട്ടിയ ഇതാണ്. അത് ഉണ്ട്. അത് ഇതിൻ്റെ ഇടയിൽ ഇടവളമായിട്ട് ചെയ്യാനുള്ളതുണ്ട്. അത് ഞാൻ ഇങ്ങനെ സൂക്ഷിക്കുകയായിരുന്നു. അതിപ്പോൾ കിട്ടിയിട്ടുണ്ട്. അതും ഇതിനകത്ത് ചെയ്യണം. അങ്ങനെയുള്ള പരിപാടികളായിട്ട് നിൽക്കുകയാണ്. ഓക്കെ, അപ്പോൾ വീണ്ടും വേറൊരു വീഡിയോയുമായിട്ട് എത്തുന്നതാണ്. എല്ലാവർക്കും നമസ്കാരം.